ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നങ്ങനെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിൻ്റെ ഒരു മൈ വെർഷൻ ഓഫ് സ്ക്രീൻ പ്ലേ എഴുതി നോക്കാമെന്ന് വെച്ചു. 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ തിരക്കഥ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് മറ്റൊരു വീഡിയോയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജിത്തു ജോസഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ പ്ലസ് ഡയറക്ടർ മനസ്സിലാക്കിയിടത്തോളം ദൃശ്യത്തിൻ്റെ ആ ഒരു വേൾഡും ജോർജ് കുട്ടി ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളെയും മറ്റാർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ലെന്നുള്ള പൂർണ്ണമായ ധാരണ എനിക്കുണ്ട്. മെയിൻലി എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എങ്കിലും അത്യാവശ്യം എൻ്റെ ഈ വേർഷൻ ഓഫ് ദൃശ്യം നിങ്ങളെ ത്രില്ലടിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒപ്പം ദൃശ്യം 1 ആൻഡ് ദൃശ്യം 2 എന്നീ സിനിമകളുടെ സ്റ്റാൻഡേർഡിനും വാല്യൂവിനും യാതൊരു വിധത്തിലും കോട്ടം തട്ടാതെയും ഞാനൊന്ന് എഴുതാൻ ട്രൈ ചെയ്യുകയാണ്. സോ നമുക്ക് ആരംഭിക്കാം. ദൃശ്യം 2 എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ദൃശ്യം 2വിൻ്റെ ക്ലൈമാക്സ് സീനിൽ നിന്നാണ് ഈ തിരക്കഥ ഞാൻ എഴുതി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്ക് സ്ക്രീൻ. അവിടെ IG തോമസ് ബാസ്റ്റിൻ്റെ വോയിസ്. ഗീത തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശബ്ദമെടുത്ത മനസ്സാണ് അയാളുടേത്. എക്സ്റ്റീരിയർ പുഴയോരം ദൃശ്യം 2 ക്ലൈമാക്സ്. അതായത് ദൃശ്യം 2വിൻ്റെ ക്ലൈമാക്സ് നടന്ന ആ ഒരു പുഴയുടെ തീരം, ആ സീനാണിത്. ഗീത ഒന്നും പറയാതെ നിൽക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? ഇതേ പുഴയുടെ മറ്റൊരിടത്ത് മാറി നിന്ന് ജോർജ് കുട്ടി ഇവരെ നിരീക്ഷിക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ, ഇറ്റ്സ് ലൈക്ക് എ കേസ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ബട്ട് വിൽ നെവർ ക്ലോസ്. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജോർജ് കുട്ടി അവിടെ നിന്നും തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ, എനിക്ക് ഉറപ്പുണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാളിപ്പോൾ. ഇവിടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, ദൃശ്യം 3. എക്സ്റ്റീരിയർ ജോർജ് കുട്ടിയുടെ വീട് രാത്രി. വീടിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം. ഇൻറ്റീരിയർ വീട്. ജോർജ് കുട്ടി കട്ടിലിരിക്കുന്നു. വാതിൽക്കൽ റാണി വന്ന് നിൽക്കുന്നു. എന്നിട്ട് റാണി, ജോർജ് കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്ന് കേൾക്കുമോ? അപ്പോൾ ജോർജ് കുട്ടി റാണിയെ നോക്കുന്നു. അപ്പോൾ റാണി, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം. പോലീസും നാട്ടുകാരും നമ്മളിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വിടില്ല. എന്നിട്ട് റാണി ചെന്ന് ജോർജ് കുട്ടിയുടെ അടുത്തിരിക്കുന്നു, തോളിൽ പിടിക്കുന്നു. എന്നിട്ട് റാണി, ഈ നാടിന് നമുക്ക് വേണ്ട ജോർജ് കുട്ടി. അപ്പോൾ ജോർജ് കുട്ടി, റാണി, ഈ നാട്ടിലെന്നല്ല, ഏത് നാട്ടിൽ പോയി ജീവിച്ചാലും പോലീസ് നമ്മുടെ പുറകെ വരും. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെയൊക്കെ അവസാനം വരെ ഈ അന്വേഷണം ഉണ്ടാകും. അപ്പോൾ റാണി ഒന്നും പറയുന്നില്ല. അപ്പോൾ ജോർജ് കുട്ടി, നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ തെറ്റുകാരല്ലാത്തിടത്തോളം നമ്മൾ എന്തിനു ഒളിച്ചോടണം? ഒളിച്ചോടുന്തോറും നമ്മൾ വീണ്ടും വീണ്ടും കുറ്റക്കാരാവുകയുള്ളൂ. അപ്പോൾ റാണി മൗനമായി തുടർന്നു. അപ്പോൾ ജോർജ് കുട്ടി, പിള്ളേർ വല്ലതും കഴിച്ചോ? റാണി, ഇല്ല. അപ്പോൾ ജോർജ് കുട്ടി എണീറ്റ് അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു, പിള്ളേരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും അവിടെ കിടക്കുകയാണ്. ജോർജ് കുട്ടി, നിങ്ങൾ ഇത്ര നേരത്തെ കിടന്നോ? ആഹാരമൊന്നും വേണ്ടേ? അപ്പോൾ അഞ്ജു, വേണ്ടച്ചാ. ജോർജ് കുട്ടി, അത് പറഞ്ഞാൽ പറ്റില്ല. രണ്ടുപേരും എണീറ്റ് കൈ കഴുകുക. ഒരു ഉരുളയെങ്കിലും കഴിക്കാതെ ഇവിടെ ആരും കിടക്കുന്നില്ല. എണീക്ക്. ഇൻറ്റീരിയർ വീട്. ഏതാനും സമയത്തിന് ശേഷം 4 പേരും ആഹാരം കഴിക്കാനായി ഇരിക്കുകയാണ്. അതായത് ഇവർ സ്ഥിരീകരിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുകയാണ്. ജോർജ് കുട്ടി ഭക്ഷണം കഴിക്കുന്നു. മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും റാണിയും അനുവും അഞ്ജുവും അത് കഴിക്കാതെ ഇരിക്കുകയാണ്. അവർ ടെൻഷനിലാണെന്ന് വ്യക്തം. അപ്പോൾ ജോർജ് കുട്ടി, എന്താ കഴിക്കുന്നില്ലേ? റാണി, ജോർജ് കുട്ടിക്ക് എങ്ങനെ എത്ര സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നു? എൻ്റെയും പിള്ളേരുടെയും മേല് വിറച്ചിട്ട് പാടില്ല. അപ്പോൾ അഞ്ജു, അച്ഛാ, അവരിനിയും വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ റാണി, എന്തോ ഭാഗ്യം കൊണ്ടല്ലേ ജോർജ് കുട്ടി നമ്മൾ ഇത്തവണ രക്ഷപ്പെട്ടത്. അത് പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുൻപേ ജോർജ് കുട്ടി, മതി, നിർത്ത് എന്ന് കൈ കാണിക്കുന്നു. എന്നിട്ട് ജോർജ് കുട്ടി, ഭാഗ്യപരീക്ഷണത്തിന് പുറത്തുള്ള ഒരു ജാണിന്മേൽ കളിയാണ് നമ്മുടെ ജീവിതം. ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതിയിൽ അവർക്ക് തെളിയിക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് കോടതി എന്നെ വെറുതെ വിട്ടത്. ഇതുപോലെ പേടിച്ചും ടെൻഷൻ അടിച്ചും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നിട്ട് അനുവിനോട്, മോൾക്ക് നാളെ ക്ലാസ്സില്ലേ? അപ്പോൾ അനു, ഉണ്ടച്ചാ. അപ്പോൾ ജോർജ് കുട്ടി, എങ്കിൽ നാളെ മുതൽ മോൾ കോളേജിൽ പോകണം. എത്ര ദിവസമാണെന്ന് വെച്ചാൽ ക്ലാസ് കളയുന്നത്? അപ്പോൾ റാണി, എന്നാലും ജോർജ് കുട്ടി, ഞാൻ എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് സരിതയോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് കിട്ടി? ജോർജ് കുട്ടി, ഇവിടെ ഇതിനെപ്പറ്റി സംസാരമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് കേട്ടതും മുൻപ് പലപ്പോഴും ജോർജ് കുട്ടി അത് പറയുന്ന ദൃശ്യം 2വിലെ ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. അതിൻ്റെ പൊരുൾ, അന്ന് ജോർജ് കുട്ടി അങ്ങനെ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയതുപോലെയുള്ള റാണിയുടെ നോട്ടം. എക്സ്റ്റീരിയർ വീട് രാവിലെ. തെളിഞ്ഞ ഒരു ദിവസം. വീടിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം.
ഉമ്മറത്ത് ജോർജ് കുട്ടി ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്നു. അപ്പോൾ റാണി അവിടേക്ക് വരുന്നു. ജോർജ് കുട്ടി: അനു വിളിച്ചായിരുന്നോ? അപ്പോൾ റാണി: ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തില്ല, ഉറക്കമായിരിക്കും. ഹോസ്റ്റലിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അപ്പോൾ ജോർജ് കുട്ടി: അഞ്ജുവിനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം. അപ്പോൾ റാണി: എങ്ങോട്ട് പോകുന്നു ഇത്ര കാലത്ത് തന്നെ? അപ്പോൾ ജോർജ് കുട്ടി: എനിക്ക് നമ്മുടെ തിയേറ്റർ വരെ ഒന്ന് പോകണം. 2 പിള്ളേർ വരും, അവന്മാരെ ഒന്ന് കാണണം. അപ്പോൾ റാണി: പിള്ളേരോ? ഏത് പിള്ളേർ? അപ്പോൾ ജോർജ് കുട്ടി: അത് ഈ ടെലിഫിലിമൊക്കെ ചെയ്യുന്നവന്മാരാ. നമ്മളൊരു സിനിമ ചെയ്യാൻ നടക്കുമ്പോൾ ഇതുപോലെ കഴിവുള്ള പിള്ളേരെ കൂടെ നിർത്തണം, എങ്കിലേ അപ്ഡേറ്റഡ് ആകാൻ കഴിയൂ. അപ്പോൾ റാണി: അത് ശരി. അപ്പോൾ ജോർജ് കുട്ടിക്ക് ഈ സിനിമാ പിടുത്തം നിർത്താൻ ഉദ്ദേശമില്ല. അപ്പോൾ ജോർജ് കുട്ടി അത് വിശ്വസിക്കാൻ കഴിയാതെ, റാണി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത മട്ടിൽ: സിനിമാ പിടുത്തം നിർത്താനോ? സിനിമ എൻ്റെ സ്വപ്നം മാത്രമല്ല, ജീവിത ഉദ്ദേശം കൂടിയാണ്. അത് നിർത്തണമെങ്കിൽ ഞാൻ മരിക്കണം. അപ്പോൾ റാണി: ആട്ടെ, അപ്പോൾ ഇനി നടക്കാത്ത സിനിമയുടെ പേരിൽ ഈ പിള്ളേർക്ക് എത്ര ലക്ഷം കൊണ്ടുപോയി കൊടുക്കാനാണ് ഇനി പ്ലാൻ? അപ്പോൾ ജോർജ് കുട്ടി: നടക്കാത്ത സിനിമയോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എടി, ഒരു ദിവസം എൻ്റെ സിനിമ ഇറങ്ങും. അത് കഴിഞ്ഞ് നിനക്കൊക്കെ എന്നെ ഒന്ന് കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ റാണി: പിന്നെ അപ്പോയിൻമെൻറ്റ്? തിരക്കഥ എഴുതാനാണെന്നും പറഞ്ഞൊരു തിരക്കഥാകൃത്തിനെ പൈസയും കൊടുത്ത് കൊണ്ടുകിടന്നിട്ട് വർഷം കുറച്ചായല്ലോ. എന്നിട്ട് വലിയ ഗുണമുണ്ടായോ? അപ്പോൾ ജോർജ് കുട്ടി അർത്ഥം വെച്ച രീതിയിൽ: അയാളെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത്? അപ്പോൾ അഞ്ജു അവിടേക്ക് വരുന്നു. അഞ്ജു: അച്ഛാ, നിങ്ങൾ കാലത്ത് തന്നെ തുടങ്ങിയോ? അപ്പോൾ ജോർജ് കുട്ടി: ഇല്ല മോളെ, മോളുടെ അമ്മയ്ക്കേ ബുദ്ധിയില്ല. ഇവളോട് സംസാരിച്ചിരുന്നാൽ ഉള്ള എൻ്റെ ബുദ്ധി കൂടി പോവും. അതുകൊണ്ട് മോൾ റെഡിയായിക്കോ, അച്ഛൻ കുളിച്ചിട്ട് വരാം. ജോർജ് കുട്ടി പത്രം മടക്കി വെച്ച് അകത്തേക്ക് പോകുന്നു. അപ്പോൾ റാണി: പിന്നെ ഭയങ്കര ബുദ്ധിയാണ്, അതുകൊണ്ടായിരിക്കും 4ാം ക്ലാസ്സിൽ തോറ്റത്. അപ്പോൾ ജോർജ് കുട്ടി അകത്തു നിന്നും: 10 വരെ പഠിച്ചിട്ട് തോൽക്കുന്നതിലും എത്രയോ ഭേദം. അപ്പോൾ അഞ്ജു: വിടമ്മ. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ കാർ സഞ്ചരിക്കുന്നു. ജോർജ് കുട്ടിയുടെ കാർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. ജോർജ് കുട്ടിയാണ് കാർ ഓടിക്കുന്നത്. അടുത്ത് അഞ്ജു ഇരിക്കുന്നു. അപ്പോൾ അഞ്ജു ചോദിക്കുകയാണ്: അച്ഛൻ ഓക്കെ അല്ലേ? ആ ചോദ്യം അഞ്ജുവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മട്ടിൽ ജോർജ് കുട്ടി അഞ്ജുവിനെ നോക്കുന്നു. എന്നിട്ട് ജോർജ് കുട്ടി: അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അഞ്ജു: വെറുതെ ചോദിച്ചതാ. അപ്പോൾ ജോർജ് കുട്ടി: അച്ഛനെ കണ്ടാൽ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ മോൾക്ക്? അപ്പോൾ അഞ്ജു: ഇല്ല. അപ്പോൾ ജോർജ് കുട്ടി: അതാണ്, നമ്മളെ ഓക്കെ ആക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എത്ര കാലം ഭയന്ന് ജീവിക്കും? ആ തിരിച്ചറിവാണ് അച്ഛൻ്റെ ധൈര്യം. അഞ്ജു ഒന്നും പറഞ്ഞില്ല. ജോർജ് കുട്ടി: മോൾ ഓക്കെ ആണോ? അപ്പോൾ അഞ്ജു: ഞാൻ ഓക്കെ ആണച്ചാ. പേടിയും ടെൻഷനും ഒന്നും പോയിട്ടില്ല, പക്ഷേ അച്ഛൻ കൂടെ ഉണ്ടല്ലോ, ആ ധൈര്യമുണ്ട്. അത് കേട്ട് ജോർജ് കുട്ടിയുടെ മുഖം തെളിയുന്നു. അഞ്ജു കുറേ കാലമായി ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലാത്തതിൻ്റെ അത്ഭുതവും സന്തോഷവും ആ മുഖത്തുണ്ട്. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ തിയേറ്റർ. കുറച്ച് സമയത്തിന് ശേഷം തിയേറ്ററിന് മുന്നിൽ കാർ നിർത്തി ജോർജ് കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ലോക്ക് ചെയ്ത് തിയേറ്ററിനകത്തേക്ക് കയറുന്നു. ഇൻറ്റീരിയർ തിയേറ്റർ. സദാനന്ദൻ ജോർജ് കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. സദാനന്ദൻ: 2 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് സാറിനെ കാണാൻ. അപ്പോൾ ജോർജ് കുട്ടി: ഉവ്വ്, ഞാൻ വരാൻ പറഞ്ഞിരുന്നു. അവരെവിടെ? അപ്പോൾ സദാനന്ദൻ: അകത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അകത്ത് ജോർജ് കുട്ടി ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് 2 ചെറുപ്പക്കാരിയ്ക്കുന്നു. ജോർജ് കുട്ടി അവർക്കടുത്തേക്ക് വന്നു. അപ്പോൾ അവരെ എണീക്കുന്നു. അപ്പോൾ ജോർജ് കുട്ടി: ജോയൽ, പ്രവീൺ അല്ലേ? അപ്പോൾ പ്രവീൺ: അതെ. അവരവിടെ ഇരിക്കുന്നു. എന്നിട്ട് ജോർജ് കുട്ടി: നിങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബഡ്ജറ്റൊന്നും ഇല്ലാതെ നിങ്ങൾ വൃത്തിക്ക് അത് ചെയ്തു. നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ പ്രവീൺ: താങ്ക് യു ചേട്ടാ. ചേട്ടൻ വലിയ സിനിമാ പ്രേമിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഷോർട്ട് ഫിലിം കണ്ട് ചേട്ടൻ അടിപൊളിയാണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ ജോയൽ: ചേട്ടനൊരു സിനിമ ചെയ്യാനുള്ള പ്ലാനിലാണെന്ന് ഞങ്ങൾ കേട്ടു. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? അപ്പോൾ ജോർജ് കുട്ടി: അതൊക്കെ നടക്കുന്നു. സിനിമ എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ? തിരക്കഥയിലാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ. അത്ര വലിയ ആൾക്കാരെയൊന്നും അല്ലെങ്കിലും കുറച്ച് സിനിമാക്കാരെ എനിക്കറിയാം. നിങ്ങളുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ച് നോക്കാം എന്ന് കരുതി ഇത് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. അത് കേട്ട് അവരുടെ ആ പയ്യന്മാരുടെ മുഖം തെളിയുന്നു. അപ്പോൾ ജോർജ് കുട്ടി: നിങ്ങളെപ്പോലെ കഴിവുള്ള ചെറുപ്പക്കാരെയാണ് ഇനിയുള്ള മലയാള സിനിമയ്ക്ക് ആവശ്യം. കട്ടാവുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. ഇക്കയുടെ ചായക്കട. പകൽ പുള്ളി പോകുന്ന സ്ഥിരം ആ ചായക്കട ഉണ്ടല്ലോ, അവിടെയുള്ള സീനാണ്. ജോർജ് കുട്ടി കടയിലേക്ക് കയറി വരുന്നു.
എന്നിട്ട് ജോർജ് കുട്ടി, ഇക്ക പതിവ് ചായ. അപ്പോൾ ഇക്ക അകത്തേക്ക് നോക്കിക്കൊണ്ട്, രഘു, ജോർജ് കുട്ടിക്ക് ഒരു ചായ. ജോർജ് കുട്ടി അവിടെയുള്ള മിഠായി ഭരണികളിൽ ഒന്നിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തു. ഇക്കയുടെ മുഖത്ത് എന്തോ ഒരു പിണക്കം. ജോർജ് കുട്ടി അത് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ജോർജ് കുട്ടി, എന്തു പറ്റി ഇക്ക? അപ്പോൾ ഇക്ക, അല്ല അത്. അപ്പോൾ ജോർജ് കുട്ടി, എന്താ? അപ്പോൾ ഇക്ക, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അപ്പോൾ ജോർജ് കുട്ടി, എന്തിന്? ഇക്ക മുഖവരയില്ലാതെ കാര്യം പറ. അപ്പോൾ ഇക്ക, ആ ജോസ് ജോർജ് കുട്ടിയോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ജോർജ് കുട്ടി, അത് ജോസിൻ്റെ കാര്യം, അതിൽ ഇക്കയ്ക്ക് എന്തിനാ കുറ്റബോധം? അപ്പോൾ ഇക്ക, ജോസ് ഇവിടെ വന്ന ഒരു ദിവസം എന്നോട് കുടുംബം തിരിച്ചു പിടിക്കണം, അതിന് പണം വേണം, ജോലി വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാ ജോർജ് കുട്ടിയുടെ കാര്യം അവനോട് പറഞ്ഞത്. കേബിൾ ഓഫീസും തിയേറ്ററും ഒക്കെ ഉള്ളതല്ലേ, വല്ല ജോലിയും കൊടുത്താൽ അവൻ അതൊരു ഉപകാരമായിരിക്കുമെന്ന് കരുതി. പക്ഷെ പോലീസുകാർ പണം കൊടുത്ത് പാട്ടിലാക്കിയപ്പോൾ അവൻ ഇത്രയും വലിയ കള്ളം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ജോർജ് കുട്ടി, ഹേയ്, ഒരേ നാട്ടുകാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തലും സഹായിക്കലും ഒക്കെ ഉണ്ടാകും. ഇക്ക ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇക്ക എന്നെ ഇന്നോ ഇന്നലെയോ വല്ലതും കാണാൻ തുടങ്ങിയതാണോ? അപ്പോൾ രഘു, ഇതാ ചായ. ജോർജ് കുട്ടി ചായ വാങ്ങുന്നു. അപ്പോൾ ഇക്ക, ഹാവൂ, ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. പോലീസുകാരുടെ കാശും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് സ്വന്തം കാര്യം നടക്കുമെന്നായപ്പോൾ അവൻ ഈ നാട്ടിൽ നിന്ന് പോയി. അല്ല, സ്വന്തം അളിയനെ കൊന്നവനല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എക്സ്റ്റീരിയർ ജോർജ് കുട്ടിയുടെ വീട്. രാത്രി. ജോർജ് കുട്ടി ഉമ്മറത്തിരുന്ന് രാജേഷിനോട് ഫോണിൽ സംസാരിക്കുകയാണ്. ജോർജ് കുട്ടി ഫോണിൽ കൂടി, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട രാജേഷേ, വീട് കാട് പിടിച്ചൊന്നും പോകാൻ പോകുന്നില്ല. അടുത്ത ആഴ്ച ഞങ്ങളൊന്ന് ചെന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിടാം. അമ്മയ്ക്ക് അവിടെ സുഖമാണോ? അപ്പോൾ റാണി അവിടേക്ക് വരുന്നു. റാണി, ആരാ, രാജേഷാണോ? അപ്പോൾ ജോർജ് കുട്ടി, അതെ രാജേഷേ, ഞാൻ റാണിക്ക് കൊടുക്കാം. ജോർജ് കുട്ടി റാണിക്ക് ഫോൺ കൊടുക്കുന്നു. റാണി, രാജേഷേ, മീനയ്ക്ക് സുഖമാണോ? അമ്മ എന്തെടുക്കുന്നു? അവിടുത്തെ ചൂടൊക്കെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ? അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ വീട്. കുറച്ച് സമയത്തിന് ശേഷം 3 പേരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. അപ്പോൾ അഞ്ജു, അതായത് അനു ഇല്ല, അനു ഹോസ്റ്റലിലാണ്. അപ്പോൾ അഞ്ജു, അച്ഛാ, ഈ ആഴ്ചയല്ലേ മമ്മൂട്ടിയുടെ സിനിമ റിലീസ്? അപ്പോൾ ജോർജ് കുട്ടി, അതെ, മോൾക്ക് കാണണോ? അപ്പോൾ അഞ്ജു, ഏയ്, ഞാൻ ചോദിച്ചതാ. ജോർജ് കുട്ടി റാണിയെ നോക്കുന്നു. റാണി വിഷമത്തിലാണ്. അപ്പോൾ ജോർജ് കുട്ടി, നീ എന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ അഞ്ജു, അമ്മയ്ക്ക് സങ്കടം. അപ്പോൾ ജോർജ് കുട്ടി, എന്തിന്? അപ്പോൾ റാണി, ഖത്തറിൽ അമ്മയ്ക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല, പാവം. അപ്പോൾ ജോർജ് കുട്ടി, ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ആവശ്യമില്ലാത്ത ദുരഭിമാനം. അപ്പോൾ റാണി അതിനൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ജോർജ് കുട്ടി, ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ അവിടെ നിൽക്കാൻ പോയതൊന്നും അല്ലല്ലോ. മീനയുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അമ്മ തിരിച്ചിങ്ങോട്ട് വരും. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഇനിയും തനിച്ച് താമസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കില്ല, നീ പറ. റാണി ഒന്നും പറയുന്നില്ല. ജോർജ് കുട്ടി റാണിയെയും അഞ്ജുവിനെയും നോക്കുന്നു. എന്നിട്ട് ജോർജ് കുട്ടി, റിലീസാകാൻ പോകുന്ന മമ്മൂട്ടിയുടെ പടത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. ഫാൻസും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടാവും. അമ്മയ്ക്ക് വേണ്ടിയാണത് പറയുന്നതെന്ന് അഞ്ജുവിന് മനസ്സിലായി. അത് മനസ്സിലാക്കിക്കൊണ്ട് അഞ്ജു, ആണോ, എങ്കിൽ നമുക്കും കാണാം അച്ഛാ, അനുവിനോടും വരാൻ പറയാം. അപ്പോൾ ജോർജ് കുട്ടി, കാണാം, വെള്ളിയാഴ്ചയാണ് റിലീസ്. അനുവിനോട് വ്യാഴാഴ്ച ഹോസ്റ്റലിൽ നിന്ന് വരാൻ പറ, ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ആകാം. അത് കേട്ട് അഞ്ജുവിൻ്റെ മുഖം തെളിയുന്നു. അഞ്ജുവിൻ്റെ മുഖം തെളിയുന്നത് കണ്ട് റാണിക്കും സന്തോഷമാവുന്നു. 2 പേരെയും ശ്രദ്ധിച്ചുകൊണ്ട് ജോർജ് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഒരു പാട്ട് വരുന്നു. ഇവിടെ ഒരു സോങ്ങാണ്. ദൃശ്യം 1-ാം ഭാഗത്തിലെ മാരിവിൽ എന്ന പാട്ടിനോട്, ആ ഒരു പാട്ടിൻ്റെ മൂഡിനോട് സാമ്യമുള്ള പാട്ട്. പാട്ടിൽ അവരുടെ ചെറിയ കളിചിരികളും അനുവിനെ വിളിക്കുന്നതും SIയെ കാണുമ്പോൾ ജോർജ് കുട്ടി കണ്ണ് താഴ്ത്തി നടക്കുന്നതും കാണിക്കുന്നു. എയർപോർട്ടിൽ ആരെയോ യാത്രയാക്കാൻ നിൽക്കുന്നതും വീട് റീഇന്നോവേഷൻ ചെയ്യുന്നതും വ്യാഴാഴ്ച അനു വരുന്നതും വെള്ളിയാഴ്ച മമ്മൂട്ടിയുടെ സിനിമ കാണുന്നതും അന്ന് ഷോപ്പിങ്ങിന് പോകുന്നതും കാണിച്ച് രാത്രി വീട്ടിൽ വന്ന് അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പാട്ട് അവസാനിക്കുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കേബിൾ ഓഫീസ്. രാവിലെ ജോർജ് കുട്ടി ഓഫീസിലേക്ക് കയറി വരുന്നു. അവിടുത്തെ പയ്യൻ അവിടെയുണ്ട്. അപ്പോൾ ജോർജ് കുട്ടി, കേടായ ക്യാമറ ശരിയാക്കാൻ ആൾ വന്നില്ലേ? അപ്പോൾ പയ്യൻ, ഇല്ല ചേട്ടാ, ഇന്നലെ വരാമെന്നാണ് പറഞ്ഞത്, ഇന്നിനി വരുമോ എന്നറിയില്ല. അപ്പോൾ ജോർജ് കുട്ടി, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇനിയിപ്പോൾ നാളെ പ്രതീക്ഷിച്ചാൽ മതി. കളക്ഷൻ നിൻ്റെ കയ്യിലില്ലേ? അപ്പോൾ പയ്യൻ, ഉണ്ട്, ഞാൻ തരാം. അപ്പോൾ ജോർജ് കുട്ടി, വേണ്ട, ഇന്ന് നീ ഇവിടെ കാണില്ലേ, നാളെ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി.
അപ്പോൾ പയ്യൻ ശരി. ജോർജ് കുട്ടി അവിടെ നിന്നും പുറത്തിറങ്ങി കാറിൽ വന്ന് കയറുന്നു. സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയതും ഒരാൾ ഗ്ലാസ്സിൽ തട്ടുന്നു. ജോർജ് കുട്ടി ഗ്ലാസ് താഴ്ത്തി. അതൊരു ചെറുപ്പക്കാരനാണ്. റൈഡറിനെ പോലെ ജാക്കറ്റും ഗ്ലൗസും ഒക്കെയാണ് വേഷം. അവൻ്റെ പേരാണ് മനു. എന്നിട്ട് ആ മനു ചോദിക്കുകയാണ്, ജോർജ് കുട്ടി ചേട്ടനല്ലേ? അപ്പോൾ ജോർജ് കുട്ടി, അതെ. അപ്പോൾ മനു, ചേട്ടൻ ഇന്ന് ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരാമോ? അപ്പോൾ ജോർജ് കുട്ടി, ആരാ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മനു, അയ്യോ ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോണിൽ എന്തോ ഒന്ന് ജോർജ് കുട്ടിയെ കാണിക്കുന്നു. അത് കണ്ടതും ജോർജ് കുട്ടിയുടെ മുഖം മാറി, കണ്ണുകളിൽ ഭയം. അപ്പോൾ മനു, ഇപ്പോൾ മനസ്സിലായോ? എക്സ്റ്റീരിയർ റോഡ്. മ്യൂസിക്കിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ടോൺ മാറുന്നു. റോഡിലൂടെ ജോർജ് കുട്ടിയുടെ കാർ സഞ്ചരിക്കുന്ന വിവിധ ദൃശ്യങ്ങൾ കാണിക്കുന്നു. വഴി കാണിക്കുന്ന മട്ടിൽ മനു മുന്നിൽ ബൈക്കിൽ പോകുന്നുണ്ട്. എക്സ്റ്റീരിയർ ഒരു വീട്, ഡേ. ആളൊഴിഞ്ഞ സ്ഥലത്തെ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഓടിട്ട ഒരു വീട്. അവിടേക്കാണ് മനു ജോർജ് കുട്ടിയെ എത്തിച്ചത്. ജോർജ് കുട്ടി കാറിൽ നിന്ന് ഇറങ്ങുന്നു. സ്ഥലം പരിചയമില്ലാത്ത മട്ടിൽ ചുറ്റിനും നോക്കുന്നു. മനു ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, വാതിൽ തുറക്കുന്നു. എന്നിട്ട് മനു പുറത്ത് നിൽക്കുന്ന ജോർജ് കുട്ടിയോട്, ചേട്ടാ കയറി വാ, സ്വന്തം വീട് പോലെ കണ്ടാൽ മതി. ഇൻറ്റീരിയർ വീട്. അകത്ത് കയറിയ ജോർജ് കുട്ടി ആകെ മൊത്തത്തിൽ നോക്കുന്നു. അവിടെ ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഓണല്ല, പക്ഷേ ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനു ഡോർ അടയ്ക്കുന്നു. എന്നിട്ട് മനു, ഇരിക്കേ. അപ്പോൾ ജോർജ് കുട്ടി അവിടെ ഇരിക്കുന്നു. അപ്പോൾ മനു, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ജോർജ് കുട്ടി ഒന്നും പറയുന്നില്ല. അപ്പോൾ മനു, ചേട്ടാ ഇതിലിത്ര പേടിക്കാനൊന്നുമില്ല. ഞാൻ ചേട്ടനെ കിഡ്നാപ്പ് ചെയ്തതോ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നതോ ഒന്നുമല്ലല്ലോ. ചേട്ടനെ തന്നെ അറിയാലോ, എല്ലാവരെയും കുറച്ച് കാലത്തേക്കേ പറ്റിക്കാൻ പറ്റുമെന്നാണ് ചൊല്ല്. പക്ഷേ ചേട്ടനിപ്പോൾ കുറേ കാലമായി. ഇതിനൊരു അവസാനം വേണ്ടേ? ജോർജ് കുട്ടി അവനെ നോക്കുന്നു. എക്സ്റ്റീരിയർ IG ഓഫീസ്. ഓഫീസിന് വെളിയിൽ ഒരു കാറിൽ ഗീതയും പ്രഭാകറും വന്നിറങ്ങുന്നു. ഇൻറ്റീരിയർ IG ഓഫീസ്. ഓഫീസിനുള്ളിലെ ഒരു റൂമിലേക്ക് ഫിലിപ്പ് അവരെ കൊണ്ടുപോകുന്നു. അതായത് മറ്റേ ഗണേഷ് കുമാർ ചെയ്ത ക്യാരക്ടർ. മീറ്റിംഗ് റൂം പോലെ പ്രൊജക്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂം. അകത്ത് IG തോമസ് ബാസ്റ്റിൻ ഇരിക്കുന്നുണ്ട്. ബാസ്റ്റിൻ, ഗീത ഇരിക്കേ. പ്രഭാകരനോട്, ഇരിക്കേ. അവർ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഗീത, എന്തായി? അപ്പോൾ ബാസ്റ്റിൻ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ പ്രഭാകർ, എന്താണ് കാര്യം? ഇനി എന്ത് തെളിവ് കിട്ടിയിട്ട് എന്താ? വരുണിൻ്റെ മരണാനന്തര ചടങ്ങ് വരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബാസ്റ്റിൻ, എൻ്റെയർ പോലീസ് ഫോഴ്സിനെ കബളിപ്പിച്ച ഒരു ക്രിമിനലാണ് ജോർജ് കുട്ടി. ഒരു തവണയല്ല, 2 പ്രാവശ്യം. സോ ജോർജ് കുട്ടിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന എന്ത് ലീഡ് കിട്ടിയാലും, അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എനിക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. കാരണം ഇത് എന്നെയും കൂടി ബാധിച്ച കേസാണ്. അപ്പോൾ ഗീത, ഇപ്പോഴും എന്താണ് ലീഡ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ബാസ്റ്റിൻ, യെസ്, ഐ എം കമ്മിങ് ടു ഇറ്റ്. ഇപ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്നൊരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്. എപ്പോഴായിരിക്കുമെന്നൊരു ക്ലാരിറ്റി ഇല്ലാതിരുന്നത് കൊണ്ടാണ് തിരിച്ച് US റിട്ടേൺ ഒന്ന് ഡിലേ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഗീത അത് മനസ്സിലാക്കാതെ നെറ്റ് ചൊളിക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ പ്രൊജക്ടറിൽ ഒരു ഫോട്ടോ കാണിക്കുന്നു. അത് മനുവിൻ്റെ ഫോട്ടോയാണ്. എന്നിട്ട് ബാസ്റ്റിൻ, ഈ പയ്യനാണ് മനു. നിങ്ങൾക്ക് ഇവനെ പരിചയമില്ലെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകും. അന്ന് വരുണിൻ്റെ ശേഷക്രിയ ചെയ്ത് മടങ്ങുന്ന അന്നാണ് ഇവൻ എന്നെ വിളിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ കാണിച്ച ദൃശ്യം 2 ക്ലൈമാക്സിൻ്റെ ബാക്കി ഇവിടെ വീണ്ടും വരുന്നു. ബാസ്റ്റിൻ്റെ വോയിസ്, ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാളിപ്പോൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷയും. എന്നിട്ട് ആ സീനിലേക്ക് കട്ടാവാണ്. എക്സ്റ്റീരിയർ പുഴയോരം, ദൃശ്യം 2 ക്ലൈമാക്സ്. ഗീത ഒന്നും പറയുന്നില്ല. പ്രഭാകർ ഗീതയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും പോകുന്നു. ബാസ്റ്റിൻ അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നു. അയാളത് അറ്റൻഡ് ചെയ്യുന്നു. ബാസ്റ്റിൻ, ഹലോ. അപ്പോൾ മനു ഫോണിൽ കൂടി, സാറേ ആ ജോർജ് കുട്ടി നിങ്ങളെ വീണ്ടും പറ്റിച്ചല്ലേ? അപ്പോൾ ബാസ്റ്റിൻ്റെ മുഖം മാറുന്നു. എന്നിട്ട് ബാസ്റ്റിൻ, നിൻ്റെ ചാനലിൻ്റെ പേര് പറ, ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞുതരാം. അപ്പോൾ മനു, അയ്യോ ഞാൻ ചാനലിൻ്റെ ആളൊന്നും അല്ല സാറേ. ഇത്തവണ ഈ കേസിൽ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. അപ്പോൾ ബാസ്റ്റിൻ, മീഡിയ അല്ലെങ്കിൽ പിന്നെ നിനക്കെന്താ ഈ കേസിൽ ഇത്ര താല്പര്യം? അപ്പോൾ മനു, ജോർജ് കുട്ടിക്കെതിരെ തെളിവൊന്നുമില്ലെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാൻ വരട്ടെ. കോടതിയിൽ വരുണിൻ്റെ സ്കെൽട്ടൻ എങ്ങനെ ഐഡൻറ്റിറ്റി മാറിയെന്ന് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ബാക്കി നമുക്ക് നേരിട്ട് പറയാം, പക്ഷേ സാറിൻ്റെ ഓഫീസിലല്ല. അപ്പോൾ ബാസ്റ്റിൻ, പിന്നെ? അപ്പോൾ മനു, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, ചെറിയൊരു റിക്വസ്റ്റ് കൂടിയാണ്. സാർ അത് അംഗീകരിക്കണം.
അവിടുന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ IG ഓഫീസ് തുടർച്ച. ഗീതയും പ്രഭാകറും ഒന്നും മനസ്സിലാകാതെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ബാസ്റ്റിൻ, ഞാൻ അവനെ നേരിൽ ചെന്ന് കണ്ടു, അവൻ്റെ വീട്ടിൽ. അവിടുന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ മനുവിൻ്റെ വീട്. ഹാളിൽ മനുവിൻ്റെ എതിർവശത്ത് ബാസ്റ്റിൻ ഇരിക്കുന്നു. അദ്ദേഹം മനുവിൻ്റെ ഫോണിൽ എന്തോ കാണുകയാണ്. അതിൽ ജോർജ് കുട്ടി രാത്രി ഒരു വനത്തിൽ വെച്ച് സ്കെൽട്ടൻ കരിച്ച് നശിപ്പിക്കുന്ന, അതായത് ആസിഡ് ഒഴിച്ച് കത്തിച്ച് നശിപ്പിക്കുന്ന ആ ഒരു വീഡിയോയാണ്. അത് വീഡിയോയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. പിന്നിൽ മാറി എവിടെയോ മറഞ്ഞു നിന്നെടുത്ത വീഡിയോയാണെന്ന് വ്യക്തം. അത് കണ്ട് ബാസ്റ്റിൻ ഞെട്ടലോടെ മനുവിനെ നോക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ IG ഓഫീസ് തുടർച്ച. പ്രൊജക്ടറിൽ, അതായത് ഗീതയും പ്രഭാകറും ഇരിക്കുന്ന അവരുടെ മുമ്പിലുള്ള പ്രൊജക്ടറിൽ ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗീതയും പ്രഭാകറും ഞെട്ടലോടെ അത് നോക്കിയിരിക്കുന്നു. ഗീതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോൾ പ്രഭാകർ ഇടറുന്ന ശബ്ദത്തോടെ, ഇത്? അപ്പോൾ ഗീത, കണ്ടിട്ടേതോ കൊടും കാട് പോലെ ഉണ്ടല്ലോ, ഈ മനുവിന് യാദൃച്ഛികമായതെങ്ങനെ കിട്ടി? അപ്പോൾ ബാസ്റ്റിൻ, അതാണിവിടെ എന്നെയും ഞെട്ടിച്ചത്. ഈ മനു യാദൃച്ഛികമായി അവിടെ എത്തിപ്പെട്ടതല്ല. ദിസ് മാൻ വാസ് ട്രാക്കിംഗ് ഹിസ് എവരി മൂവ്. അപ്പോൾ ഗീത, എന്തിന്? ഇതിൽ ഇവൻ എന്താണ് ഇത്ര താല്പര്യം? അത് പറയുമ്പോൾ ബാസ്റ്റിൻ്റെ മുഖത്തേക്ക് സൂമാകുന്നു. അപ്പോൾ മനുവിൻ്റെ വോയിസ്, ചേട്ടൻ തുടക്കം മുതലെല്ലാം പറ, വരുണിനെ കൊന്നത് മുതലുള്ള എല്ലാം. അവിടുന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ വീട് തുടർച്ച. അതായത് ജോർജ് കുട്ടിയെ മനു കൂട്ടിക്കൊണ്ടുവന്ന ആ വീടിനുള്ളിലത്തെ സീനിലോട്ട് പോവാണ്. ജോർജ് കുട്ടി, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പോൾ മനു, എൻ്റെ ജോർജ് കുട്ടി ചേട്ടാ, ചേട്ടൻ പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി ചേട്ടൻ കളിച്ച പരാക്രമത്തിൻ്റെ ഒക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് ഇനി ഊരാൻ പറ്റില്ല, ചേട്ടൻ തുറന്നു പറ. അപ്പോൾ ജോർജ് കുട്ടി, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പോൾ മനു, ഷെടാ. എന്നിട്ട് മനു ജോർജ് കുട്ടിയുടെ എതിർവശത്ത് ഇരിക്കുന്നു. അവിടെ എതിർവശത്തുള്ള കസേരയിൽ ഇരിക്കുന്നു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് അവിടെ വയ്ക്കുന്നു. എന്നിട്ട് മനു പറയാണ്, സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇന്ന് എൻ്റെ ഒപ്പം വരാൻ കൂട്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇതടിച്ച് ബോധം കെടുത്തിയിട്ടാണെങ്കിലും തൂക്കിയെടുത്ത് കൊണ്ടുവരാനാണ് ഞാനിരുന്നത്. പക്ഷേ ചേട്ടൻ ഒരക്ഷരം പറയാതെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ ഹാർഡസ്റ്റ് പാർട്ട് കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇല്ല. ജോർജ് കുട്ടി ഒന്നും പറയുന്നില്ല. അപ്പോൾ മനു, അല്ല, ഇവിടെ ഇപ്പോൾ ഞാനാ മണ്ടൻ. പോലീസുകാർ തല്ലി ചതച്ചിട്ടും വാ തുറക്കാത്ത ആൾ, അവസാനം റാണിച്ചേച്ചീനെയും പിള്ളേരെയും വരെ തല്ലിയിട്ടും ഒരക്ഷരം മിണ്ടാത്ത ചേട്ടനോട് ഞാനിങ്ങനെ ചോദിച്ചാൽ എന്തു പറയാനാ? എന്നിട്ട് ഒരു സെക്കൻഡ് പോസ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, പക്ഷേ ഞാനല്ല ചോദിക്കാൻ പോകുന്നത്, ചേട്ടൻ എന്നോടല്ല അത് പറയേണ്ടത്. അപ്പോൾ അവിടേക്ക് മറ്റാരുടെയോ കാൽപ്പെരുമാറ്റം, മൂന്നാമതൊരാളുടെ സാന്നിധ്യം. ജോർജ് കുട്ടിയുടെ മുഖം മാറുന്നു. ആകെ ഭയം. വാതിൽ കടന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. ജോർജ് കുട്ടിയുടെ നോട്ടത്തിൽ അയാളുടെ മുഖം വ്യക്തമാകുന്നു. സഹദേവൻ. ആ മുഖം കണ്ടതും ജോർജ് കുട്ടിയുടെ ഭയം ഇരട്ടിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ മനുവിൻ്റെ വീട് തുടർച്ച. തുടക്കത്തിൽ മറ്റേ ഫോൺ വീഡിയോ കാണാനായിട്ട് ബാസ്റ്റിൻ മനുവിൻ്റെ വീട്ടിലോട്ട് പോയ ആ സീനാണ്, അതിൻ്റെ തുടർച്ചയാണ് മുൻപ് കാണിച്ച സീൻ. അവിടെ ഹാളിൽ മനുവും ബാസ്റ്റിനെയും കൂടാതെ തൊട്ടടുത്ത കസേരയിൽ മറ്റൊരാൾ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാസ്റ്റിൻ്റെ വോയിസ്, മുൻപ് വരുണിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്ന കോൺസ്റ്റബിൾ സഹദേവൻ്റെ മകനാണ് ഈ മനു. അപ്പോൾ അത് സഹദേവനാണെന്ന് കാണിക്കുന്നു. എന്നിട്ട് മനു അവിടെ ഇരിക്കുന്ന അവരുടെ മുമ്പ് വെച്ച് മനു പറയാണ്, അന്ന് ഈ കേസിൻ്റെ അവസാനം എൻ്റെ അച്ഛന് സംഭവിച്ചത് സാറിന് അറിയാവുന്നതല്ലേ? നാട്ടുകാരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ നാണക്കേടും സസ്പെൻഷനും. എൻ്റെ അച്ഛൻ ആ സമയത്ത് അനുഭവിച്ച ട്രോമ എത്രത്തോളമാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. അതും സത്യസന്ധമായി ജോലി ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ IG റൂം തുടർച്ച, IG ഓഫീസ് തുടർച്ച. ബാസ്റ്റിൻ. പിന്നീട് അവർ കുടുംബത്തോടെ സ്ഥലം മാറിപ്പോയെങ്കിലും ഈ മനു അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല. അവിടുന്ന് വീണ്ടും കട്ടാകുന്നു ഇൻറ്റീരിയർ പോലീസ് സ്റ്റേഷൻ കുഴിക്കുന്ന സീൻ ദൃശ്യം 2. ദൃശ്യം 2-ലെ പോലീസ് സ്റ്റേഷൻ കുഴിക്കുന്ന സീൻ, അതായത് സ്കെൽട്ടന് വേണ്ടി പോലീസ് സ്റ്റേഷൻ കുഴിച്ചു നോക്കുന്ന ആ സീൻ. ഇവിടെ മണ്ണിനടിയിൽ നിന്നും സ്കെൽട്ടൻ വ്യക്തമാകുമ്പോൾ ആ ദൃശ്യം 2-ൽ തന്നെ ഒരു പോലീസുകാരൻ മാറി നിന്ന് ഫോൺ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് ബാസ്റ്റിൻ്റെ വോയിസ്, സ്കെൽട്ടൻ തിരയുന്നതിനായി സ്റ്റേഷൻ കുഴിച്ചു നോക്കിയ അന്ന് ഒരു കോൺസ്റ്റബിളാണ് സഹദേവനെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. അവിടുന്ന് വീണ്ടും കട്ടാകുന്നു ഇൻറ്റീരിയർ സഹദേവൻ്റെ വീട് ദൃശ്യം 2-ൻ്റെ ടൈം ലൈൻ. ദൃശ്യം 2-ൽ ആ സ്റ്റേഷൻ കുഴിക്കുന്ന സമയത്തുള്ള സഹദേവൻ്റെ വീട്ടിലെ സീൻ. കോൺസ്റ്റബിൾ പറയുന്നത് കേട്ട് നിൽക്കുന്ന സഹദേവൻ, മുന്നിൽ അച്ഛൻ പറയുന്നതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മനു. അവിടുന്ന് കട്ടാകുന്നു റോഡിലൂടെ മനു ബൈക്കിൽ ചീറിപ്പായുന്ന ദൃശ്യം. ഇവിടെ ബാസ്റ്റിൻ്റെ വോയിസ് ഓവർ. ജോർജ് കുട്ടിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതാണ് റൈറ്റ് ടൈം എന്ന് മനസ്സിലാക്കിയ സഹദേവൻ മനുവിനോട് ജോർജ് കുട്ടിയെ വാച്ച് ചെയ്യാൻ പറയുന്നു. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ മനുവിൻ്റെ വീട് തുടർച്ച. ബാസ്റ്റിൻ മുൻപ് മനുവിനെ കാണാൻ വന്ന ആ സീൻ.
അവിടെ സഹദേവൻ പറയാണ്, അവിടെ തൊട്ടടുത്ത് സഹദേവനും ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സഹദേവൻ പറയാണ്, അവനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. എലിയെ പൂച്ചയാക്കാനും പൂച്ചയെ പട്ടിയാക്കാനും അവന് കഴിയും. ഇത്തവണ അവന് രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ IG ഓഫീസ് തുടർച്ച. എല്ലാം കേട്ട് ഗീതയും പ്രഭാകറും വിശ്വസിക്കാനാകാതിരിക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ, സ്കെൽട്ടൺ സ്റ്റേഷനിൽ നിന്ന് കുഴിച്ചെടുത്ത അന്ന് തിയേറ്ററിൽ നിന്ന് ജോർജ് കുട്ടി നേരെ പോയത് ഫോറൻസിക്കിലേക്കാണ്. അത് കേൾക്കുന്ന ഗീതയുടെ മുഖം. അപ്പോൾ ഗീത, അവിടെ കയറി സ്കെൽട്ടൺ മാറ്റുന്നത് ജോർജ് കുട്ടിയെപ്പോലെ ഒരാൾക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അവിടെ സെക്യൂരിറ്റി ഉള്ളതല്ലേ. അപ്പോൾ ബാസ്റ്റിൻ, തീർച്ചയായും ഫിലിപ്പ് ഇപ്പോൾ അവിടെ എത്തും. വൈകുന്നേരത്തിനുള്ളിൽ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ ഫോറൻസിക് ഓഫീസ് നൈറ്റ്. അന്ന് ദൃശ്യം 2-ലത്തെ സീനാണ് കാണിക്കുന്നത്. കാറ് നിർത്തി കയ്യിലൊരു ബാഗുമായിട്ട് ജോർജ് കുട്ടി ഫോറൻസിക് ഓഫീസിലേക്ക് കയറി പോകുന്നു. ഇതേ സമയം പുറത്ത് കുറച്ച് മാറി മനു ബൈക്കിൽ വന്ന് നിർത്തുന്നു. ജോർജ് കുട്ടിയുടെ കാറ് ഫോറൻസിക്കിന് ഫ്രണ്ടിൽ കിടക്കുന്നത് കാണുന്നു. എക്സ്റ്റീരിയർ ഫോറൻസിക് ഓഫീസ് കുറേ സമയത്തിന് ശേഷം. രാത്രി ലേറ്റായി ജോർജ് കുട്ടി ബാഗുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറുന്നത് മനു ഫോട്ടോ എടുക്കുന്നു. അതായത് അകത്ത് പോയി സ്കെൽട്ടൺ മാറ്റിയിട്ട് മരുണിൻ്റെ സ്കെൽട്ടനായിട്ട് പോകുന്ന സീനാണിത്. ഇത് ആ ടൈമിൽ ഫോറൻസിക് ഓഫീസിന് വെളിയിലിരുന്ന് മനു ഫോട്ടോ എടുക്കുന്നു. ജോർജ് കുട്ടി അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ബാസ്റ്റിൻ്റെ വോയിസ്, അവിടെ നിന്നും ജോർജ് കുട്ടി നേരെ പോയത് നമ്മൾ ഈ കണ്ട ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അപ്പോൾ ജോർജ് കുട്ടിയുടെ കാറിന് പിന്നാലെയായി മനുവും അതിനെ ഫോളോ ചെയ്ത് പോകുന്നത് കാണിക്കുന്നു. കട്ടാകുന്നു എക്സ്റ്റീരിയർ ഫോറസ്റ്റ്. ജോർജ് കുട്ടി വനത്തിനുള്ളിൽ വെച്ച് സ്കെൽട്ടൺ നശിപ്പിക്കുന്നത് കാണിക്കുന്നു. ആ ദൃശ്യം 2-ൽ കാണിച്ച ആ സെയിം ഷോട്ട് കാണിക്കുന്നു. അപ്പോൾ ബാസ്റ്റിൻ്റെ വോയിസ്, അവിടെ വെച്ച് അയാൾ സ്കെൽട്ടൺ കരിച്ചു കളഞ്ഞു. അവിടെ മനു അത് ദൂരെ നിന്ന് വീഡിയോയിൽ പകർത്തുന്നത് കാണിക്കുന്നു. അവിടെ നിന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ ജോർജ് കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന ആ വീട് തുടർച്ച. സഹദേവൻ ജോർജ് കുട്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ജോർജ് കുട്ടി ആകെ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ സഹദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ജോർജ് കുട്ടിയെ നോക്കി. എന്നിട്ട് സഹദേവൻ, ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ സുഖമല്ലേ ജോർജ് കുട്ടി? അപ്പോൾ ജോർജ് കുട്ടി ഒന്നും പറയാതിരിക്കുന്നു. ഭയന്നാണ് ഇരിപ്പ്. സഹദേവൻ്റെ മുഖത്തെ പുഞ്ചിരി മെല്ലെ മായുന്നു. എന്നിട്ട് സഹദേവൻ പറയുന്നു, പണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നീ ഒരു നാടകം കളിച്ച് കയ്യടി വാങ്ങിയില്ലേ, അതിൻ്റെ ബാക്കി ഇവിടെ ഇനി ഞാൻ കളിക്കാൻ പോവാം. അപ്പോൾ തുടങ്ങാം. ഇവിടെ മ്യൂസിക് എലവേറ്റ് ചെയ്ത് വരുന്നു, വിഷ്വൽ ഫ്രീസ് ആവുന്നു, ഇൻ്റർവെൽ എന്ന് എഴുതി കാണിക്കുന്നു. സോ ദിസ് ഈസ് ഇൻ്റർവെൽ. ഇതാണ് ഞാൻ എഴുതിയൊരു ഷോർട്ട് വേർഷൻ ഓഫ് ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫ്. ഇതെങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് മറ്റൊരു ദിവസം അധികം താമസിക്കാതെ തന്നെ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.